കൊച്ചിയിൽ നിന്ന് സമൃദ്ധിയിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ, അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് നോക്കാം. ലാൽകൃഷ്ണ ചേരുന്നുണ്ട്. ലാൽ, എന്താ അവസ്ഥ എന്ന് പറഞ്ഞാൽ രാവിലെ സമൃദ്ധിക്കാർ പറയായിരുന്നു, അതൊരു ചേച്ചി പറഞ്ഞ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായെന്നുള്ളതല്ല, അങ്ങ് ഹൃദയം നിറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്ത് പ്രതിസന്ധി കൊണ്ട് ഞങ്ങൾ കൊടുക്കും, കാര്യം 20 രൂപയ്ക്ക് ഭക്ഷണം അത് പ്രതീക്ഷ വരുന്നവരാണ്, അവർ കൊടുത്തേ പറ്റൂ എന്നവരുടെ ഒരു ഇച്ഛാശക്തി കേട്ടായിരുന്നു. അപ്പോൾ ഇച്ഛാശക്തി മാത്രം കൊണ്ട് കാര്യമില്ല, കാര്യം മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ആ ചേച്ചിയുടെ നല്ല മനസ്സ്, പക്ഷേ നല്ല മനസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാഹചര്യം അനുവദിക്കുമോ ലാൽ? മനസ്സിൽ കത്തിക്കാൻ അവർക്കൊരു തീയുണ്ട്, പക്ഷെ അടുപ്പിൽ കത്തിക്കാൻ തീയില്ലാത്തൊരവസ്ഥയാണ് കൊച്ചിയിൽ പൊതുവെ ഉള്ളത്. മധ്യ കേരളത്തിൽ ഏകദേശം 25% ഹോട്ടലുകൾ ഇതിനോടകം തന്നെ അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് IT നഗരങ്ങൾ, ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, അതോടൊപ്പം കോടതി വ്യവഹാരങ്ങൾ തുടങ്ങിയവയുടെ അടുത്തെല്ലാം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് കമ്മ്യൂണിറ്റി കിച്ചണുകൾ, ഹോട്ടൽ കിച്ചണുകളാണ്. അവർക്കെല്ലാം നഗരത്തിൽ പ്രധാനമായിട്ടും ആശ്രയിക്കാനുള്ളത് ഗ്യാസിനെ തന്നെയാണ്. നമ്മൾ നേരത്തെ സമൃദ്ധി തന്നെ പറഞ്ഞത് 25 മുതൽ 30 ഗ്യാസ് കുറ്റി വരെ ഒരു ദിവസം ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ ആ ഗ്യാസ് കുറ്റിയുടെ ഉപയോഗം പൂർണ്ണമായിട്ടും നിർത്തി വെക്കേണ്ട ഗതിയിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ വിറക് എത്തിച്ചുകൊണ്ടുള്ള പരിപാടിക്കൊക്കെ തുടക്കം കുറിച്ചത്. അടുപ്പ് അതിനനുസരിച്ച് സജ്ജീകരിച്ച് പ്രത്യേകിച്ച് ഷെഡുകളെല്ലാം കെട്ടിയിട്ടാണ് നിലവിൽ അടുപ്പിൻ്റെ പരിപാടിയിലേക്ക് പോയത്. ഇത് മാത്രമല്ല, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 25% വരുന്ന ഹോട്ടലുകൾ പൂട്ടി. അത് കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലകൾ, ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് ടൂറിസം കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇടുക്കി ജില്ലയിൽ നിൽക്കുന്നതിൻ്റെ അകത്ത് വിറകുകൾ ആശ്രയിക്കുന്ന ഹോട്ടലുകളുണ്ട്, ഗ്യാസ് മാത്രം ഉപയോഗിക്കുന്ന ഹോട്ടലുകളുണ്ട്. പക്ഷേ ഗ്യാസിൻ്റെ ഉപയോഗം പൂർണ്ണമായി നിർത്തേണ്ട അവസ്ഥയിലാണ്. പലയിടങ്ങളിലേക്കും മലയോര മേഖലകളിൽ പലയിടങ്ങളിലേക്കും ഗ്യാസ് കുറ്റി എത്തുന്നൊരവസ്ഥ കൂടിയില്ല. അവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ കൊച്ചിയിൽ നിന്ന് വേണം നടത്തിയെടുക്കാൻ എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. കൊച്ചിയിൽ ഗ്യാസ് കിട്ടാനില്ല, പിന്നെ കൊച്ചിയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ അവർക്ക് വിറകിനെ ഏറെക്കുറെ ആശ്രയിക്കാം. പക്ഷേ കൊച്ചി നഗരത്തിൽ അല്ലെങ്കിൽ ആലപ്പുഴ നഗരത്തിൽ ഇത് തീരെ പ്രായോഗികമല്ല. ഇതെല്ലാം കൊരട്ടയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും എല്ലാം കൊണ്ടുവന്ന വിറക് കഷ്ണങ്ങളാണ്. അവിടെ നിന്ന് ഏകദേശം 25,000 രൂപ അടക്കം മുതൽ മുടക്കിയാണ് ഗ്യാസ് ഈ വിറക് ഇവിടേക്ക് എത്തിച്ചത്. അതെ, വരും ദിവസങ്ങളിൽ അതിൻ്റെ വിലയും കൂടും. കാരണം ഇത് ആദ്യഘട്ടത്തിൽ ഈ ഇത്രയും രൂപയ്ക്ക് കിട്ടിയെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ വിലയ്ക്ക് കിട്ടുന്ന ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇവിടുത്തെ ഹോട്ടൽ മേഖല കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. അതോടുകൂടി തന്നെ ഈ ഭക്ഷണ വിതരണം നടത്തുന്ന സൊമാറ്റോ പോലുള്ള ഏജൻസികളെ ഇത് ബാധിക്കാൻ തുടങ്ങും. കമ്മ്യൂണിറ്റി കിച്ചണുകൾ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളെ പ്രതിസന്ധിക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നതിന്റെ തുടക്കമാണ് ഇത് എന്ന് കൂടി പറയാം. ഈ അവസ്ഥ തുടർന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടും എന്നുള്ളത് തന്നെയാണ് സത്യം. ആകെ മൊത്തം പ്രതിസന്ധി പ്രശ്നമാണ്. പണ്ട് പുകയില്ലാതെ അടുക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബക്കറ്റ് പോലിരിക്കും, താഴെ ഒരു കിടുത്ത മുകളിൽ ഇങ്ങനെ, എന്നിട്ട് നടുക്കിങ്ങനെ ഈ പറയുന്ന എന്താ നമ്മുടെ ഈ പറയുന്ന പേരെന്താ ഈ പറയുന്ന ഒലക്ക കുത്തി നിർത്തിയിട്ട് അതിന് അറക്കപ്പൊടി ഇങ്ങനെ നിറച്ചിട്ട് അത് ചവിട്ടി നിറച്ചിട്ട് അങ്ങനെ തന്നെ അത് അറക്കപ്പൊടി ചവിട്ടി നിറച്ചിട്ട് ആ കിഴത്തെ കൂടെ സാധനമൊക്കെ വെച്ചുള്ള പരിപാടിയാണ്. അതൊക്കെ വീണ്ടും കൊണ്ടുവരേണ്ടി വരും. പഴയ കാലത്തൊക്കെ 1990-കളിലെ 80-കളിലെ കാര്യമാണ് സാധനം. 80-കളാവത്തില്ലായിരിക്കും, 90 ഉണ്ടായിരുന്നു സാധനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.